മിനിമം വേതനം വർദ്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് യുണൈറ്റഡ് നഴ്സസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ നഴ്സുമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് തുടങ്ങിയിരിക്കുന്നു. സനിസ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സനിസ, ഇപ്പോൾ പ്രതിഷേധം ഏത് രീതിയിലാണ് നടക്കുന്നത്? മറ്റു വിശദാംശങ്ങൾ. പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് ഇപ്പോൾ പോവുകയാണ്. മുദ്രാവാക്യങ്ങളുടെ അകമ്പടിയോടെയാണ് മാർച്ച് സെക്രട്ടേറിയറ്റിലേക്ക് പോയത്. കഴിഞ്ഞ 8 വർഷക്കാലമായി ഇവർ ഇത്തരം അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിട്ട് മിനിമം 3 വർഷമാണ് ശമ്പളം വർദ്ധിപ്പിക്കേണ്ട കാലാവധി. എന്നാൽ 5 വർഷം എടുത്തിട്ട് പോലും അവരുടെ ശമ്പളം വർദ്ധിപ്പിക്കാത്ത ഒരു സാഹചര്യത്തിൽ 2023-ൽ സമാനമായ ഒരു പ്രക്ഷോഭ സമരം UNA നടത്തിയിരുന്നു. ആ ഒരു സമയത്ത് ശമ്പളം വർദ്ധിപ്പിക്കാമെന്ന ഒരു തീരുമാനത്തിലൊക്കെ എത്തിയതാണ്. എന്നാൽ ശമ്പള വർധനവിലേക്ക് അത് എത്തിയില്ല. അവരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടില്ല. സ്വകാര്യ ആരോഗ്യ മേഖലയിൽ വലിയ തുച്ഛ ശമ്പളത്തിലാണ് നഴ്സുമാർ ജോലി ചെയ്യുന്നത്. 20,000 അവരുടെ ശമ്പളം. അതിൽ കുറഞ്ഞ ശമ്പളത്തിൽ ജോലി ചെയ്യുന്നവരുണ്ട്. നമുക്കറിയാം എത്ര ബുദ്ധിമുട്ടുള്ള ഒരു ജോലിയാണ്. നിപ്പയും മറ്റു പേമാരിയും ഒക്കെ വന്ന സമയത്ത് നമുക്കറിയാം വലിയ തരത്തിലാണ് സ്വകാര്യ ആരോഗ്യ മേഖലയിലെ നഴ്സുമാരും സഹകരിച്ചത്. അവരുടെ സമയക്രമങ്ങൾ അടക്കം തെറ്റിച്ചവർ പ്രവർത്തിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്കറിയുന്ന ഒരു സാഹചര്യമാണ്. എന്നാൽ അവരുടെ ശമ്പളം അവരുടെ നിത്യ ചെലവിന് പോലും തികയാത്ത ഒരു സാഹചര്യമാണ്. 40,000 രൂപ മിനിമം വേതനമാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് ഇപ്പോൾ ഈ വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ആയിരക്കണക്കിന് നഴ്സുമാരാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ചുമായി വരുന്നത്, പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. കൂടാതെ പണിമുടക്കും നടക്കുന്നുണ്ട്. 1/3 എന്ന കണക്ക് പ്രകാരം ഇന്ന് കേരളത്തിലെ സംസ്ഥാനത്തെ വിവിധ സ്വകാര്യ ആശുപത്രികളിലെ നഴ്സുമാർ പണിമുടക്കിലാണ് ഉള്ളത്. കാരണം അവരുടെ ആവശ്യങ്ങൾ പോലും അവരുടെ ശമ്പളത്തിൽ നടക്കാത്ത സാഹചര്യം, കൂടുതൽ സമയം ജോലി ചെയ്യേണ്ട സാഹചര്യം, എത്ര അർപ്പണബോധത്തോടെ അവർ ജോലി ചെയ്താലും അവരുടെ ജീവിത പ്രശ്നങ്ങൾ അവർക്ക് മാറ്റാൻ കഴിയാത്ത ഒരു സാഹചര്യം വരുന്ന ഒരു സാഹചര്യത്തിലാണ് അവരിപ്പോൾ ഈ നടു റോട്ടിലിറങ്ങി കത്തുന്ന വെയിലിലും പ്രതിഷേധിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നത്. ഇതിപ്പോൾ സർക്കാർ ഇടപെടണമെന്ന ഒരു ആവശ്യമാണ്. മിനിമം വേതനം 40,000 ആക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ അവർ ഉയർത്തിയിരിക്കുന്നത്. UNAയുടെ നേതൃത്വത്തിൽ നഴ്സുമാരുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് പുരോഗമിക്കുകയാണ്. വലിയ പ്രതിഷേധമാണ് നഴ്സുമാർ ഉയർത്തുന്നത്.